നിമിഷങ്ങൾക്കകം അദ്ദേഹം പ്രധാനപ്പെട്ട നിയമസഭാ കവാടം കടന്നു, അതായത് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ പിന്നിലൂടെയാണ് എൻട്രൻസ് ഒരുക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ധനമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ നിന്നാണ് അവർ കടന്നു പോവുക, ഇവിടെയാണ് വാഹനം എത്തുക. എന്താണ് ധനമന്ത്രി കുടുംബസമേതം എത്തുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റാണ്. കെ.എൻ. ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റ് കൂടിയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വശം കൂടിയുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ചില ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ തിരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല. അത് LDF-ന്, ഭരണമുന്നണിയായ LDF-ന് തിരിച്ചടി ഉണ്ടാകുന്നു, തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുന്നു. തുടർ ഭരണം LDF സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ തുടർ ഭരണത്തിന് ഉതകുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഈ ബജറ്റിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന്, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കേണ്ടതിന്റെ ഏതാണ്ട് ഒരു പകുതി ശതമാനം ആ കടമ നിർവഹിക്കേണ്ടത് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ഈ അവസാന ബജറ്റാണ്. ഈ വാഹനവ്യൂഹം കടന്നു വരുന്നുണ്ട്. കെ.എൻ. നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു മാജിക് ഒന്നുമില്ല, പ്രായോഗിക മാത്രമായിരിക്കും മുഖവിലേക്ക് എടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ തുടർ ഭരണത്തിലേക്ക് പിണറായി വിജയൻ കടക്കുമോ അല്ലെങ്കിൽ LDF സർക്കാർ കടക്കുമോ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചൂണ്ടുപലക അത് കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം, അതുപോലെ പെൻഷൻ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുക, ഒപ്പം മറ്റു പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം. ബജറ്റും കയ്യിലേന്തി അദ്ദേഹം വരികയാണ്. നിയമസഭയിലേക്ക് അദ്ദേഹം കുടുംബസമേതം പ്രവേശിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സ്കേൻ നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം, 3ാം LDF സർക്കാരിന്റെ തല വരെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ പെട്ടിയിലാണെന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത്ര കണ്ട് നിർണായകമാണ് ഇന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ഈ അവസാനത്തെ ബജറ്റ്, അദ്ദേഹത്തിന്റെ 6ാമത്തെ ബജറ്റ്. അതേത് വിധത്തിലായിരിക്കും? സംസ്ഥാനത്തെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടലാണ് കഴിഞ്ഞ കാല ബജറ്റുകളിലെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചത്. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി സംസ്ഥാന സർക്കാരിനുള്ളപ്പോഴും ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പിന്നാക്കം പോയിട്ടില്ല. അതിന് സംസ്ഥാനം മുൻകൈ എടുക്കുന്നു. അത് ആ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാർ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അത്തരം പ്രവർത്തനങ്ങളാണ് നടന്നത്. കേന്ദ്രത്തിനെതിരെ സ്വാഭാവികമായി, കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന തരത്തിൽ സ്വാഭാവികമായുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം എന്ത് മാജിക്, അദ്ദേഹം മാജിക് ഇല്ല എന്ന് പറയുമ്പോഴും തുടർ ഭരണം ഉറപ്പിക്കുന്നതിനുള്ള എന്ത് നിർണായകമായ ഇടപെടലാണ് ബജറ്റിൽ കെ.എൻ. ബാലഗോപാൽ ഒളിപ്പിച്ചിരിക്കുന്നത്. അതായത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഈ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് CPM കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ ഭരണം നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് ഒന്നും പാർട്ടി ഭരണത്തിലില്ലാത്ത അവസ്ഥ, ഒരു സംസ്ഥാനത്ത് പാർട്ടി ഭരണത്തിലില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് രാജ്യത്തെ തന്നെ CPM നേതൃത്വം ഉറ്റുനോക്കുന്ന ബജറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, കേരളത്തിലെ LDF മുന്നണി ഒന്നാകെ ഉറ്റുനോക്കുന്ന ബജറ്റാണിത്. LDF-ന് തുടർ ഭരണം അവകാശപ്പെടുമ്പോഴും അത് ഉറപ്പിക്കുന്ന നിർണായകമായ ചൂണ്ടുപലകയായി ബജറ്റിനെ വിലയിരുത്താം. ഏതൊക്കെ തരം ക്ഷേമ പദ്ധതികൾ, നേരത്തെ പെൻഷൻ അടക്കം 2000 രൂപയായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം പ്രഖ്യാപനം നടത്തിയതാണ്. 2500 രൂപയാക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ആലോചിക്കുന്നുണ്ട്. കാരണം LDF-ന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം പോലും 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.